ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന നോവൽ സുധാകർ മംഗളോദയത്തിൻ്റെ അവൾ എന്ന നോവലിൻ്റെ ഒന്നാമത്തെ അധ്യായമാണ്. നിറപുഞ്ചിരിയോടെ സോഫിയ പള്ളിയുടെ പടിക്കെട്ടുകൾ ഇറങ്ങി വരികയാണ്. അവൾ ഒരു മാലാക ചിറകു വിടർത്തി പറന്നണയുന്നതായാണ് സിബിക്ക് തോന്നിയത്. വാവ എന്ന് കണ്ണുകളാൽ മാടി വിളിച്ചുകൊണ്ട് താഴെ ബൈക്കിൽ അവനിരുന്നു. പള്ളി പിരിഞ്ഞിരിക്കുന്നു. സോഫിയയും അമ്മയും അനുജത്തിമാരും മുമ്പേ നീങ്ങിയിരുന്നു. എന്തോ സൂത്രം പറഞ്ഞാവും അവൾ പുറകുപറ്റി നിന്നത്. തനിച്ച് തമ്മിൽ കാണാൻ. ഇന്ന് ഒരു നല്ല ഞായറാഴ്ചയാണ്. സോഫിയ താഴെ ബൈക്കിനരികിലെത്തിയത് സിബി അറിയിച്ചു. അതിൻ്റെ പരിഗണനയോടെ ഇന്ന് ഒരു നല്ല തീരുമാനം എടുക്കണം. ഭംഗിയുള്ള കണ്ണുകളാൽ സോഫിയ ഒരു കൂർത്ത നോട്ടം അവൻ്റെ നേർക്കെറിഞ്ഞു. മറ്റാരും കാണാത്തത്ര വേഗതയിൽ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കവറെടുത്ത് സിബി അവൾക്ക് നീട്ടി. എല്ലാം ഇതിലുണ്ട്. വിറയ്ക്കുന്ന കൈയോടെ സോഫിയ ആ കവർ വാങ്ങുമ്പോഴാണ് അല്പം മുന്നിലായി അമ്മയുടെ അരികുപറ്റി നടന്നിരുന്ന ഷൈനി തിരിഞ്ഞു നോക്കിയത്. മിന്നലിനേക്കാൾ തിടുക്കത്തിൽ സോഫിയ ആ രഹസ്യം തൻ്റെ ദേഹത്ത് ഒളിപ്പിച്ചു. പിന്നെ ആഞ്ഞു നടന്നു. കണ്ടു, കേട്ടു. സോഫിയ ഒപ്പൊത്തിയതും അനിയത്തി ഷൈനി അർത്ഥഗർഭമായിട്ടൊന്ന് നോക്കി. എന്താ വാടി? സോഫിയയും ഷൈനിയും നോക്കി അമ്മയായ കുഞ്ഞമ്മ എടുത്തടിച്ചതുപോലെ തിരിഞ്ഞു നിന്നു. ഒന്നുമില്ല, ഷൈനി പിറുപിറുത്തു. ചുമ്മാതാ അമ്മച്ചി. ഏറ്റവും ഇളയവളായ നാൻസി അമ്മയുടെ കൈപിടിച്ച് മുന്നോട്ട് വലിച്ചു. വീട്ടിലെത്തി വേഷം മാറുന്നതിനിടയിൽ ഷൈനി സോഫിയുടെ അടുക്കത്തിൽ തിരക്കി. ഇതിനായിരുന്നു ഇല്ലേ കൊല്ലംപറമ്പത്തെ ആലീസിയേച്ചി ഇത്തവണത്തെ ഗസ്റ്റ് നോക്കിയെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നിലോട്ട് പമ്മിയത്? നീ പോളി ചുമ്മാ, സോഫിയ അനിയത്തി ശാസിച്ചു. കൊള്ളാം, പുളിങ്കൊമ്പ് തന്നെയാ, ഷൈനി പറഞ്ഞു. എന്നാലും സൂക്ഷിച്ചോണം, പിടിവിട്ടു പോയാലേ താഴെ തലകുത്തിയായിരിക്കും വീഴുക. ഷൈനിയുടെ അവസാന വാചകം കേട്ടുകൊണ്ടാണ് കുഞ്ഞന്ന മുറിയിലേക്ക് വന്നത്. നിങ്ങൾ രണ്ടുപേരോടും ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ആ കശുമാവിൽ ചെന്ന് കയറില്ലെന്ന്. കശുമാങ്ങ തിന്നാൻ അത്ര കൊതിയാണെങ്കിൽ ആങ്ങളമാരോട് പറ. പെണ്ണുങ്ങളെ മരത്തിൽ കയറുന്നത് ആരെങ്കിലും കണ്ടാൽ പിന്നെ അത് മതി ഈ അയൽവക്കത്ത്. ഷൈനിക്ക് അത് കേട്ട് ചിരി വന്നു. ആനക്കാര്യത്തിൻ്റെ ഇടയിൽ ഒരു ചേനക്കാര്യം. അവൾ തിരിഞ്ഞ് പുറത്തേക്ക് പോയി. അലക്കി നീലം പിഴിഞ്ഞ ചട്ടയും അഴുക്കിട്ടിട്ടെടുത്ത മുണ്ടും മാറ്റി കുഞ്ഞന്ന കൈലിയും വീട്ടിലിടുന്ന നനച്ച് നിറം കെട്ട ചട്ടയെടുത്ത് ധരിച്ചു. മുടിയഴിച്ച് ഒന്ന് കുടഞ്ഞു കെട്ടി. പിന്നെ അടുക്കളയിലേക്ക് നടന്നു. അപ്പോഴാണ് മക്കളിൽ മൂത്തവനായ ജോസ് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കണ്ണു തിരുമ്മി മുന്നിലെത്തിയത്. എന്താ അവിടെ? നേരെ ഇപ്പോൾ വെളുത്തതല്ലോ. കുഞ്ഞന്ന ഈർഷ്യയോടെ മകനെ നോക്കി. അനിന്ന് ഞായറാഴ്ചയല്ല അമ്മച്ചി. ഞായറാഴ്ച ദിവസങ്ങളിൽ അല്പം താമസിച്ച് എഴുന്നേറ്റാലും മതിയല്ലോ എന്നൊരു ഭാവമായിരുന്നു ജോസിൻ്റെ മുഖത്ത്. മറ്റുള്ള ദിവസങ്ങളിൽ എന്താ, നീ മലമറിക്കാൻ പോകുന്നുണ്ടോ? ഞായറാഴ്ച മാത്രം ഒരിളവെടുക്കാൻ? ഞായറാഴ്ച ദിവസങ്ങളിൽ ശകലം നേരത്തെ എഴുന്നേറ്റ് പള്ളിയിൽ പോയിക്കൂടെ നിനക്ക്? ദേഷ്യത്തിൽ വിറക് കമ്പുകൾ പെറുക്കി വെച്ച് അടുപ്പിൽ തീ പകർന്നു. 10-25 വയസ്സായവനാ. ഇളയ പിള്ളേർക്ക് വഴികാട്ടി കൊടുക്കണ്ടനാ. എന്നിട്ട് ജോലിക്കിടയിൽ അവന് മുറുമുറുത്തു. ഉഴപ്പിൻ്റെ രാജാവാണ് ജോസ്. 10ൽ തോറ്റ ശേഷം ചുമ്മാ ചുറ്റിയടിക്കലും ചീട്ടുകളിയും ഉറക്കമൊക്കെ ആയിട്ട് കഴിയുന്നവൻ. ബീഡി വലിക്കാനുള്ള പണം അപ്പച്ചൻ്റെ പോക്കറ്റിൽ നിന്നും തപ്പിയെടുത്ത് അമ്മച്ചി കൊടുക്കണം. ജോസിനേക്കാൾ 4-5 വയസ്സിന് ഇളയതാണ് സോഫിയ. SLCക്കും PDഗ്രിക്കും BSCക്കും ഫസ്റ്റ് ക്ലാസ് ഉള്ളവൾ. ഡിഗ്രിയുടെ റിസൾട്ട് വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ. ടൈപ്പ് റൈറ്റിങ്ങും ഹയറും ഷോർട്ട് ഹാൻഡും ലോവറും ജയിക്കുകയും ചെയ്തിരുന്നു. കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് അവൾ. അമ്മച്ചി ചായയോ? ജോസിൻ്റെയും സോഫിയുടെയും ഇളയവനായ റോണി അടുക്കളവാതിക്കൽ മുഖം കാട്ടി. അവനും പള്ളിയിൽ നിന്നും വരികയാണ്. അമ്മയുടെയും പെങ്ങന്മാരുടെ ഒപ്പം പോകാനും വരാനും ഇഷ്ടമല്ലെന്നേ ഉള്ളൂ. ഒരു ഞായറാഴ്ചയും അവൻ പള്ളിയിൽ പോക്ക് മുടക്കത്തില്ല. പഠനകാര്യത്തിൽ ചേട്ടനായ ജോസിൻ്റെ പാരമ്പര്യമാണ് കിട്ടിയിരിക്കുന്നത്. എങ്കിലും ചേട്ടനെപ്പോലെ തോറ്റ് പിൻവാങ്ങിയിട്ടില്ല. 3ാം തവണയും പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചത് കേട്ടില്ല അമ്മച്ചി? റോണി വീണ്ടും തിരക്കി. ആകണയുള്ളട ചെറുക്ക. ധൃതിപിടി പണിക്കിടയിൽ നിന്ന് കുഞ്ഞണ്ണയുടെ ഉദാസീനമായ മറുപടി. പള്ളി പോകുന്നതിന് മുമ്പ് വെളുപ്പിന് തിളപ്പിച്ച് കട്ടനിരിപ്പുണ്ട്. കട്ടനെങ്കിൽ കട്ടൻ. അവൻ അടുക്കളയിലേക്ക് കടന്നു. റോണി കട്ടൻ ഗ്ലാസ്സിലേക്ക് പാർന്നപ്പോഴേക്കും സോഫിയും ഷൈനിയും അടുക്കളയിലെത്തി. വെള്ളയപ്പം ചൂടാനുള്ള ഒരുക്കായിരുന്നു കുഞ്ഞന്ന. സോഫി ചെന്ന് അമ്മയുടെ കയ്യിൽ നിന്നും മാവൊഴിച്ച പാത്രവും കയ്യിലും വാങ്ങി. പിന്നെ റോണിയെ ഒന്ന് പാളി നോക്കി. പള്ളിയിൽ വെച്ച് കുറേ അലവലാതി കമ്പനികൾ കണ്ടല്ലോ. അത്തരം കൂട്ടുകൂട്ടരുതെന്ന് പറഞ്ഞ കേൾക്കില്ലേ? നോക്കിക്കോ, ഇത്തവണയും കടന്നുകൂടാനൊന്നും പോകുന്നില്ല. റോണിയുടെ മുഖം ചുവന്നു കനത്തു. നീ ഒന്ന് പോടി സാറാത്തി. 1.5 വയസ്സിൻ്റെ മൂപ്പ് വെച്ചുകൊണ്ട് ഭരിക്കാൻ വന്നിരിക്കുന്നു. എല്ലാം തികഞ്ഞവളെന്ന ഭാവം. കാലി ക്ലാസ് താഴെ വെച്ചിട്ട് അവൻ തിരിഞ്ഞു നടന്നു. സോഫിയ സ്തബ്ധയായി നിന്നുപോയി. കുഞ്ഞനാണെങ്കിൽ ഒന്നും കണ്ടതായോ കേട്ടതായോ ഭാവിച്ചില്ല.
ഈ വീട്ടിൽ ആരും ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ആരോടും ഇല്ലാതെ ഷൈനി പറഞ്ഞു. വലിയ പഠിത്തക്കാരിയായ ചേച്ചിയോട് അവൾക്ക് എന്നും നേരിയ അസൂയുണ്ടായിരുന്നു. റോണിയേക്കാൾ 1 വയസ്സിൻ്റെ എളുപ്പമേ ഉള്ളൂ അവൾക്ക്. അവളും 10-ലെത്തിയതേ ഉള്ളൂ. ആദ്യ ഗുരു തന്നെ കടന്നുകൂടുമോ എന്ന് ഉറപ്പുമില്ല. സോഫിയെ തരം താഴ്ത്തി കെട്ടാനായി ഇന്നവളുടെ കൈവശം ഒരു രഹസ്യം ലഭിക്കുകയും ചെയ്തല്ലോ. ആരും ആരേക്കാൾ കേമന്മാരൊന്നുമല്ല. ഈ ഒരു തെറ്റും ചെയ്യാത്തതായിട്ട് ഇവിടെ നാൻസി മോൾ മാത്രമേ കാണത്തുള്ളൂ. ഏറ്റവും ഇളയവളായ നാൻസി പിന്നിലെ മുറിയിലിരുന്ന് പഠിക്കുകയായിരുന്നു. പഠനകാര്യത്തിൽ മൂത്ത ചേച്ചിയായ സോഫിയയുടെ പകർപ്പാണ് അവൾ. അവളുടെ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ എല്ലാ ഡിവിഷനിലും വെച്ച് 1ാമത് അവളാണ്. ചായയുടെയും ഊണിൻ്റെയൊക്കെ സമയത്ത് മാത്രമേ അവൾ അടുക്കളയിലേക്ക് വരൂ. ചായ കൂട്ടിയെടുത്തതും ഒരു കോപ്പപാത്രത്തിൽ കുറച്ച് പകർന്നെടുത്തുകൊണ്ട് കുഞ്ഞണ്ണ തെക്ക് വശത്തെ ചായപ്പിലേക്ക് നടന്നു. 5 മക്കളുടെ അപ്പച്ചനായ മത്തായി ഇനിയും ഉറക്കം വിട്ട് എഴുന്നേറ്റില്ല. മത്തായി നാട്ടുകാർക്കൊക്കെ കള്ളുമത്തായിയാണ്. കള്ളുപാള എന്ന് വിളിക്കുന്നവരുമുണ്ട്. ഗ്രാമത്തിലെ ബാങ്കിൽ പ്യൂണിൻ്റെ പണിയാണ് മത്തായിക്ക്. വൈകുന്നേരമായ ഒന്ന് മിനുങ്ങണം. ബാങ്കിൻ്റെ ശാഖ ഗ്രാമത്തിൽ ആരംഭിക്കും മുമ്പ് മറ്റു ചില്ലറപ്പണികൾ ചെയ്ത് നടക്കുമ്പോഴേ തുടങ്ങി വെച്ച ശീലമാണ്. അതൊഴിച്ചാൽ മത്തായി ശുദ്ധപാവാണ്. മത്തായിയുടെ ശീലം മാറ്റിയെടുക്കാൻ ശുദ്ധഗതിക്കാരിയായ കുഞ്ഞണ്ണയുടെ കഴിഞ്ഞതുമില്ല. ഒരു പരിധി വിട്ട് ആരോടും കയർത്ത് സംസാരിക്കുന്ന ആളല്ല അവർ, വിശേഷിച്ചും ഭർത്താവിൻ്റെ അടുത്ത്. മത്തായിയുടെ കൂടി മാറാൻ വീട്ടിന് പുറത്ത് ആകെ ശ്രമിച്ച ആൾ പള്ളിയിലെ അച്ഛനാണ്. അതിൻ്റെ ഫലം പിന്നീട് ഒരിക്കലും മത്തായി പള്ളിയിൽ കടന്നിട്ടില്ല എന്നത് മാത്രമാണ്. ഇതേ ഒന്നെണീറ്റേ. സൂര്യൻ തലയ്ക്ക് മുകളിലായി കേട്ടോ. കാപ്പിക്കോപ്പ കൊണ്ടുവന്ന് കട്ടിൽ തലക്കിൽ ജനൽപ്പടിയിൽ വെച്ചിട്ട് കുഞ്ഞണ്ണ ഭർത്താവിൻ്റെ ചുമലിൽ പിടിച്ചു കുലുക്കി. ദാണ്ടെ ചായ കൊണ്ടുവന്നിരിക്കുന്നു, അത് തണുക്കും. വല്ലാതെ ഞെളിയുകയും പിരിയുകയും ഉരുളുകയും ചെയ്തുകൊണ്ട് വളരെ സാവധാനത്തിൽ മത്തായി എഴുന്നേറ്റിരുന്നു. കുഞ്ഞണ്ണ ചായക്കപ്പ് എടുത്ത് ആ കൈകളിൽ പിടിപ്പിച്ചു. ഇന്നലെ എന്നാ പ്രപഞ്ചമായിരുന്നു, കുറച്ചൊന്നല്ല വലിച്ചു കയറ്റിയതെന്ന് തോന്നുന്നു. സ്നേഹപൂർവ്വം അവർ ഭർത്താവിനെ കുറ്റപ്പെടുത്തി. അത് കേട്ടുകൊണ്ട് ഉമ്മറത്ത് നിന്ന റോണിക്ക് അമർഷം. നാണക്കേട് സഹിക്കാൻ ഞങ്ങളെയും മക്കളുണ്ടല്ലോ, പുറത്തിറങ്ങി നടക്കുന്നത് ഞങ്ങളല്ലേ, പ്യൂൺ മത്തായിയുടെ മക്കളാണെന്നല്ലേ ആളുകൾ ചോദിക്കുക. ആ കള്ളുവാളയുടെ മോനല്ലേന്ന് വല്ല വിഷമടിച്ചോ തീർന്നേക്കാനാ അപ്പം തോന്നുക. ഒന്ന് പയ്യെ പറയടാ, അപ്പച്ചനെങ്ങനെ കേൾക്കും. മൂത്തവൻ ജോസിൻ്റെ ഉപദേശം കേൾക്കട്ടെ, എത്രയാണെന്ന് വെച്ചാൽ സഹിക്കുക. കുടിച്ച് പിമ്പിരിയായിട്ട് ആ ബാൻഡ് പാപ്പിയുടെ കയ്യും പിടിച്ച് നട്ടപ്പാതിരാക്കി ഒരു വരവുണ്ട്. റോഡിൽ കിടന്ന് രണ്ടും കൂടി കാട്ടുന്ന കോപ്രായങ്ങൾ ഓരോരുത്തരെ അഭിനയിച്ച് കാണിക്കുമ്പോൾ തൊലിയുരിയും. 2-3 പെൺപിള്ളേരുണ്ട് ഇവിടെ, അതുങ്ങളുടെ കാര്യം കഷ്ടം. കള്ളുവാളയുടെ പിള്ളേർ കൊള്ളാമല്ലോ എന്നൊക്കെയാണ് വഴിയോരത്തു നിന്നുള്ള കമൻറ്റ്. അപ്പന്മാരിങ്ങനെ ആയാൽ മക്കളെ ആരെങ്കിലും വിലവെക്കുമോ? എല്ലാം കേട്ട് കുനിഞ്ഞ ശിരസ്സോടെ നിശ്ചലം ഇരിക്കുകയായിരുന്നു മത്തായി. കുഞ്ഞനയ്ക്ക് അത് കേട്ടിട്ട് സഹിച്ചില്ല. അവരെഴുന്നേറ്റ് മക്കളുടെ അടുത്തേക്ക് നിന്നു. അപ്പച്ചൻ്റെ കുറ്റം പറയുന്ന നിങ്ങൾ ആൺമക്കളുടെ യോധകളോട് ഒന്ന് വിശദീകരിച്ചേ, കേൾക്കട്ടെ. അത് കേട്ടതും അമ്മയൊന്ന് തുറിച്ചു നോക്കിയിട്ട് റോണി ഇറങ്ങി പുറത്തേക്ക് പോയി. ഈ അമ്മച്ചിയാ അപ്പച്ചനെ ചീത്തയാക്കുന്നത്. അകമുറിയുടെ വാതുക്കൽ നിന്നും ഷൈനി. കുഞ്ഞണ്ണ മകളുടെ നേർക്ക് രൂക്ഷമായി നോക്കി. എങ്കിലും ഒരു കാര്യം ചെയ്യ്, ബാൻഡ് പാപ്പിയുടെ അങ്ങനത്തെ ആ എരുമച്ചേർത്തിയെ പോലെ അമ്മച്ചിയും തുടങ്ങിക്കോ. ആ പാതിരാത്രിക്ക് വരുമ്പോൾ പാപ്പിച്ചായനെ പോലെ ഒരു കുപ്പി കൊണ്ടുവരാൻ അപ്പച്ചനെ ചട്ടം കിട്ട്. ഒന്ന് മതിയിടി. ഷൈനിയുടെ ചെവിക്ക് സോഫിയ ഒരു തിരുമു കൊടുത്തു. അപ്പച്ചൻ്റെ രീതികളോട് സോഫിയയ്ക്ക് അങ്ങേയറ്റത്തെ വിയോജിപ്പുണ്ടായിരുന്നു. എന്നാലും അപ്പച്ചൻ പാവമാണെന്നും സ്നേഹമുള്ളവനാണെന്നും അറിയാവുന്നതുകൊണ്ട് കടുത്തു പറയാൻ വിഷമം. താനൊരു വാക്ക് പറഞ്ഞ അപ്പച്ചൻ ചിലപ്പോൾ ഈ ശീലം വെടിഞ്ഞെന്ന് വരാം. മറ്റു മക്കളെ അപേക്ഷിച്ച് സോഫി മോളെ അത്ര ജീവനാണ്. അതുകൊണ്ട് അപ്പച്ചനെ വേദനിപ്പിക്കാനാവുന്നുമില്ല. സോഫിയും നാൻസി ഒഴികെ മക്കൾ ഒരു തരമാണെന്ന് മത്തായിക്കറിയാം. അതുകൊണ്ട് ഇത്തിരി കഴിഞ്ഞതും മത്തായി ആ രംഗം മറന്നു. അന്ന് പതിവ് പോലെ അയാൾ പുറത്തു കിടന്നു. പിണങ്ങി ഇറങ്ങിപ്പോയ റോണി സന്ധ്യയോടെയാണ് മടങ്ങി വന്നത്. കുരിശ് വരയ്ക്കാൻ അമ്മച്ചിയും പെങ്ങന്മാരോടൊപ്പം അവനും കൂടി. ആ വിഷം മുഴുവൻ അവൻ അപ്പച്ചനോട് തീർത്തു. അപ്പച്ചൻ്റെ വെള്ളവടിയെപ്പറ്റി നാട്ടുകാർ മുഴുവൻ അപഹസിച്ചു സംസാരിക്കാറുണ്ട്. അപ്പച്ചൻ കേൾക്കെ തന്നെ. താനും നാസി ഒഴിച്ച് വീട്ടിലുള്ളവരുടെ കൂടെ അതും ഇതും വിളിച്ചു പറയാറുണ്ട്. അപ്പച്ചൻ അതൊന്നും കേട്ടതായോ നടിക്കാറേ ഇല്ല. എന്നാൽ ഇന്നിപ്പോൾ താൻ പറഞ്ഞതുകൊണ്ടാണോ അപ്പച്ചൻ ഇത്ര പ്രയാസം ഉണ്ടായത്? കഷ്ടം. എന്തൊക്കെ നശിച്ചാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അപ്പച്ചൻ്റെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചു, നെടുവീർപ്പെട്ടു, ശബ്ദമില്ലാതെ കരഞ്ഞു. പുലരാറായപ്പോഴാണ് സോഫയ്ക്ക് ഒന്ന് മയങ്ങാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അല്പം വൈകിയാണ് അവൾ ഉണർന്നതും. ഷൈനിയാണ് വിളിച്ചുണർത്തിയത്. നേരെ ഉച്ചയായിട്ടോ അവൾ അറിയിച്ചു. ഞാനെങ്ങനെയാണ് ഇതുപോലെ കിടന്നുറങ്ങിയിരുന്നെങ്കിൽ ഇവിടെയുള്ളവരെ പോലെയൊക്കെ എന്തെല്ലാം പുക്കാറുണ്ടാക്കുകയാണ്. ഇതിപ്പോൾ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും പുന്നാര മോളല്ലേ. ഓ, ഓരോരുത്തരുടെ കാലം.
ഷൈനി കുളി കഴിഞ്ഞിരുന്നു. കണ്ണാടിക്ക് മുന്നിൽ നിന്നും അവരൊരുങ്ങുകയാണ്. ഇറക്കം കുറഞ്ഞ മിടിയാണ് വേഷം. നിർബന്ധം പറഞ്ഞ് അപ്പച്ചനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. നല്ല വണ്ണമുള്ളതുകൊണ്ട് ആ വേഷത്തിൽ ഷൈനിയെ കണ്ടാൽ ഒരു സർക്കസുകാരിയെ പോലെ തോന്നും. ചുരിദാർ കുർത്ത വേണമെന്നൊക്കെ മോഹം പറഞ്ഞതാണ്. അതിന് അപ്പച്ചൻ വഴങ്ങിയില്ല. പീഡിഗിരി വരെ സോഫയ്ക്ക് നീളം പാവാടയും ഇറക്കമുള്ള ജാക്കറ്റുമായിരുന്നു. പിന്നീട് സാരിയെടുത്ത് മടങ്ങി. വില കുറഞ്ഞ സാരികൾ. മെലിഞ്ഞ സുന്ദരിയായതുകൊണ്ട് നന്നായി ഉടുക്കാനറിയുന്നത് കൊണ്ടും ഏത് സാരിയിലും അവൾക്ക് നല്ല ചന്തമാണ്. പാവൻ നാൻസിക്ക് മാത്രം അത്തരം കാര്യങ്ങളോടൊന്നും ഒരു ഭ്രമവുമില്ല. ചേച്ചിമാരുടെ പഴയ പാവാടകൾ വെട്ടിത്തയ്ച്ച് ധരിക്കാനും അവൾ തയ്യാറാണ്. എഴുന്നേറ്റ് പുറത്തു വന്നതും സോഫിയ ആദ്യം ഓർത്തത് അപ്പച്ചനെക്കുറിച്ചാണ്. തിണ്ണശൂന്യം. അപ്പച്ചനെന്തി അമ്മച്ചി? അവൾ കുഞ്ഞണ്ണയോട് തിരക്കി. കുഞ്ഞണ്ണയുടെ മുഖത്ത് പുഞ്ചിരി. ഇന്നലത്തെ നിൻ്റെ മരുന്ന് ഫലിച്ചെന്നാ തോന്നണേ. ഞാൻ എഴുന്നപ്പോഴേക്കും ആൾ എഴുന്നേറ്റ് പല്ല് തേക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെ കട്ടനം കുടിച്ചുകൊണ്ട് പറമ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് സോഫയ്ക്ക് പൂർണ്ണ സമാധാനമില്ല. അവൾ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ബാങ്കിൽ പോകാനുള്ള വേഷത്തിൽ മത്തായി തീൻമുറിയിലെ ഡെസ്കിന് മുന്നിലുണ്ട്. മോളിൽ നിന്ന് എവിടെ പോവോടി? മത്തായി വാത്സല്യത്തിൽ തിരക്കി. എനിക്കൊരു ഫോട്ടോ എടുപ്പിക്കണം. ഓ, ആ ബാങ്ക് ടെസ്റ്റിനുള്ള അപേക്ഷയിൽ പതിപ്പിക്കാനാവില്ലേ? മത്തായിക്ക് സന്തോഷം. അതിന് രൂപ വേണ്ടായോ ഫോട്ടോ എടുപ്പിക്കാൻ? വേണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുപ്പിക്കുന്നതിനുള്ള ചാർജ് അവൾ അറിയിച്ചു. 5 രൂപ കൂടുതൽ മത്തായി മകളെ ഏൽപ്പിച്ചു. ഷൈനിയൻ റോഡയും കൂടി കൂട്ടിപ്പോയിക്കോ, തനിച്ച് ഫോട്ടോ സ്റ്റുഡിയോയിലൊന്നും പോകണ്ട എന്ന നിർദ്ദേശം നൽകി. ടോണിയുടെ വിവരം പറഞ്ഞതും അവൻ ഒഴിഞ്ഞു മാറി. പെങ്ങന്മാർക്ക് കൂട്ടുകാരെ എന്നെ കിട്ടില്ല, പ്രത്യേകിച്ച് സ്റ്റുഡിയോയിൽ. ആങ്ങളമാരെയും കൂട്ടിയല്ല ഓരോ പെണ്ണുങ്ങളും അതിനൊക്കെ പോകുന്നത്. വല്ല കൂട്ടുകാരികളും തപ്പ്. ഒരു വാല്. ഷൈനി ചിരികോട്ട്. മേടിക്കുവേ? റോണി അവളുടെ നേർക്ക് കൈയൊങ്ങി. എങ്കിൽ നീ വാ. സോഫി ഷൈനിയെ വിളിച്ചു. സ്റ്റുഡിയോയിൽ നിന്നും തിരിച്ചു വരുമ്പോഴേക്കും സ്കൂളിൽ ബെല്ലടിച്ചാലോ? ഷൈനി സംശയിച്ചു. ഭാഗ്യത്തിന് സിബിയെ കണ്ടതേയില്ല. മത്തായി ചേട്ടൻ അന്നും ബാങ്കിൽ നിന്നിറങ്ങിയതും നേരെ ഇടവക പള്ളിയിലേക്കാണ് പോയത്. പള്ളിമേട മുന്നിലെ ചെറിയ ഉദ്യാനത്തിൽ ഉലാത്തിക്കൊണ്ടിരുന്ന അച്ഛന് വിസ്മയം. എന്തോ മത്തായി, ഇനി ഈ വഴിയൊന്നും കടക്കില്ലെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. കടക്കേണ്ടി വന്നച്ചോ? മത്തായി മുഖം കുനിച്ചു. എന്താ പറ്റിയത് നിനക്ക്? അച്ഛനൊരിക്കാൻ പറഞ്ഞില്ലേ കുടി നിർത്താൻ? ഏതാണ്ടൊരു ഇഞ്ചക്ഷൻ ഉണ്ടെന്ന്. എനിക്കതൊന്നും എടുക്കണം. അച്ഛൻ്റെ കണ്ണുകൾ വിടർന്നു. ഇഞ്ചക്ഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിനക്ക് നല്ല മനോബലം ഉണ്ടായിരുന്നാൽ മതി. എനിക്ക് മനോബലം കുറവാച്ചോ. എന്തേ നിനക്ക് ഇങ്ങനെയൊരു നല്ല ബുദ്ധി തോന്നാൻ? പെൺപിള്ളേർ പ്രായമായി വരുമല്ലയോ. ഞാൻ കുടിച്ചു കൂത്താടി നടക്കുന്ന അതുങ്ങൾക്ക് കുറച്ചിലാവൂലേ? മാനമായ വല്ലവരും വന്ന് കൂട്ടിക്കൊണ്ട് പോകണ്ടല്ലേ. നല്ല കാലം വരാൻ പോവുക നിനക്ക്. അതുകൊണ്ടാണ് നിനക്ക് ഈ ബുദ്ധി തോന്നിയത്. നീ സമാധാനമായിട്ട് പോയിക്കോ. ഞാനിന്ന് പോകുന്നില്ല അച്ഛാ. ഇവിടം വിട്ട് ഞാൻ എവിടെ പോയി വിളിച്ചാലും പാപ്പി ഒന്ന് എന്നെ പിടികൂടും. അവൻ വിളിച്ചാൽ ഞാൻ എൻ്റെ തീരുമാനമെല്ലാം മറക്കും. അല്ലെങ്കിലും ആ നേരം വരുമ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ അച്ഛനോട് എനിക്കൊരു പേടിയുണ്ടല്ലോ. അതുകൊണ്ട് ആ ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുന്നവരെ രാത്രി സമയം ഞാൻ ഇവിടെ കഴിച്ചോളാം. അച്ഛനെ വിവരം കപ്പ്യാരെ വിട്ട് എൻ്റെ വീട്ടിലൊന്ന് അറിയിച്ചാൽ മതി. കപ്പ്യാര് ചാക്കോ ചേട്ടൻ വന്ന് വിവരം പറഞ്ഞപ്പോൾ കുഞ്ഞന്നമ്മ കണ്ണുകൾ പൂട്ടി കുരിശു വരച്ചു. പിന്നെ മക്കളെയും കൂട്ടി പ്രാർത്ഥിക്കാൻ ചെന്നിരുന്നു. ചുമരിലെ ക്രൂശിത രൂപത്തിന് മുന്നിൽ മെഴുകുതിരി ജ്വലിച്ചു. സ്വർഗസ്ഥനായ പിതാവേ എന്ന് അവർ തുടങ്ങി. അധ്യായം 3. പിറ്റേന്ന് നേരം പുലർന്ന് കുഞ്ഞമ്മ എഴുന്നേറ്റ് മുറ്റടിക്കാനായി പുറത്തിറങ്ങിയപ്പോൾ അതാ മത്തായി പറമ്പിൽ നിന്നും കയറി വരുന്നു. ചൂലും പിടിച്ച് തെല്ല് നേരത്തേക്ക് കുഞ്ഞന്ന അന്തം വിട്ട് നിന്നുപോയി. പിന്നെ ചോദിച്ചു, ഇതെന്നാ കിറുക്കൊക്കെ ഈ കാണുന്നത്? മത്തായി പുഞ്ചിരിച്ചു. വെളുപ്പിനെ അച്ഛൻ ഉണർന്നെഴുന്നേറ്റ ഒപ്പം ഞാനും എഴുന്നേറ്റ് പോന്നു. നേര് പറഞ്ഞാൽ ഇവിടം വിട്ട് എവിടെ പോയാലും എനിക്ക് നേരാവണ്ണം ഉറങ്ങാൻ പറ്റൂല എൻ്റെ പൊന്നെ. ഉറങ്ങില്ലാലും വേണ്ടില്ല, നിങ്ങളുടെ ആ നശിച്ച സ്വഭാവം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എവിടെയൊക്കെ നിറച്ച് നിർത്തിയിട്ടെന്ന് അറിയാമോ? എനിക്ക് തന്നെ ഓർമ്മയില്ല. പിന്നെ ചൂല് മുറ്റത്തിനരികിലേക്ക് എറിഞ്ഞിട്ട് മത്തായിയെ വിളിച്ചു. കയറി വാ, ഞാൻ കട്ടൻ ചായ വയ്ക്കാം. ആ കുശിനിക്കാരൻ ഒരു ഗ്ലാസ് തന്നാ വിട്ടെ. നീ നിൻ്റെ പണി തീർത്തിട്ട് പോന്നാൽ മതി. മത്തായി നേരെ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. അപ്പച്ചൻ്റെ ഒച്ച കേട്ടതും സോഫിയ ഓടി മുന്നിലെത്തി. വിങ്ങുന്ന മിഴികളോടെ ഒരു നിമിഷം അവൾ അപ്പച്ചനെ നോക്കിയിരുന്നു. എന്നും രാത്രിയിൽ ഇങ്ങനെ പള്ളിമേടെ പോയി കിടന്ന് ഉറങ്ങാനാണ് അപ്പച്ചൻ്റെ ഉദ്ദേശം? അവൾ തിരക്കി. എന്നൊന്നില്ല, ഈ ശീലമൊക്കെ വിട്ട് കിട്ടുന്നവരെ. ഇവിടെ ഇരുന്ന 10 നേരമാകുമ്പോൾ എനിക്ക് ഷാപ്പിൽ പോകാൻ തോന്നും. എനിക്ക് പോകാൻ തോന്നിയില്ലെങ്കിൽ പാപ്പി വന്നെന്നെ വിളിക്കും. അപ്പച്ചനെ കണ്ടില്ലെന്ന് പറഞ്ഞ് ഇന്നലെ സന്ധ്യ കഴിഞ്ഞപ്പോൾ പാപ്പിച്ചായ ഇവിടെ വന്ന് തിരക്കിയിരുന്നു. സോഫിയുടെ മുന്നിൽ നിന്നും ഷൈനി വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, മത്തായി ഏറ്റു പറഞ്ഞു. എന്നെ കണ്ടില്ലെങ്കിൽ പാപ്പിയുടെ തിരക്കി വരും. അയാളുടെ പിടിയിൽ നിന്ന് ഒഴിയാനാ ഏറ്റവും വലിയ പാട്. ഞാൻ ചെന്നില്ലെങ്കിൽ ആ പ്രാന്തൻ എന്നെ എടുത്തുകൊണ്ട് പോകും. കുടിച്ചില്ലെങ്കിൽ താക്കോലിട്ട് വായ തുറന്ന് ഒഴിച്ചു തരും. കുടിച്ച് 2 പ്രാവശ്യം ആശുപത്രിയിൽ പോയി കിടന്നതിൻ്റെ പ്രയാസം അയാളല്ലല്ലോ അനുഭവിച്ചത്, സോഫി പറഞ്ഞു.
അമ്മച്ചിയും ഞങ്ങളല്ലേ. അന്നേ ഡോക്ടർ വിലക്കിയതാ അപ്പച്ചനോട് കുടിക്കരുതെന്ന്. വല്ലതും സംഭവിച്ചാൽ ഞങ്ങൾക്കല്ലേ നഷ്ടം. അവളുടെ സ്വരേടറി. മത്തായി അപരാധിയെ പോലെ മുഖം കുനിച്ചു നിന്നു. അന്നിങ്ങനെ നിന്നുകൊണ്ട് പ്രതിജ്ഞ അറിയിച്ചു, ഇനി അപ്പച്ചൻ കുടിക്കില്ല മോളെ. ഒരു ദിവസത്തേക്കെങ്കിലും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലേ. രാത്രി മുഴുവൻ വല്ലാത്തൊരു പ്രയാസമായിരുന്നു. എന്നാലും ഞാനത് കഴിഞ്ഞു കയറിയില്ലേ. ഇനി എനിക്ക് ധൈര്യമായിട്ട് അപ്പച്ചനെൻ്റെ മോൾക്ക് വാക്ക് തരുക. ഇനി മേലാൽ കുടിച്ചിട്ട് നിൻ്റെ മുന്നിൽ അപ്പച്ചൻ വരില്ല. മുഖമുയർത്തി മത്തായി മകളെ നോക്കി. ആരെ പിടിച്ച് ഞാൻ ആണയിടണം നീ പറഞ്ഞു? സോഫിയുടെ കണ്ണുകൾ നിറഞ്ഞു. ആരെയും പിടിച്ച് ആണയിടണ്ട. അപ്പച്ചൻ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്. അന്ന് ബാങ്കിൽ പോകും വഴി നാൽക്കവലയിൽ വെച്ചിട്ട് മത്തായി ബാൻഡ് ബാപ്പിയുടെ മുന്നിൽ ചെന്ന് വിട്ടു. ഒരു മുഴുത്ത തെറിയോടെയാണ് ബാപ്പി കൂട്ടുകാരനെ എതിരേറ്റത്. നീ ഇന്നലെ വൈകുന്നേരം എവിടെ പോയി കിടക്കുമായിരുന്നടാ മത്തായി? നിന്നെ തിരക്കാൻ ഈ ഭൂമിയിൽ ഇടമില്ലായിരുന്നല്ലോടാ കഴുതേ. എവിടെയെങ്കിലും കെട്ടിയെടുക്കണമെങ്കിലൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? മത്തായി ഉള്ള കാര്യം മുഴുവൻ വിസ്തരിച്ച് പാപ്പയോട് പറഞ്ഞു. കള്ളു കുടിച്ച് തരിമ്പ് വെളിവില്ലാതെ വീട്ടിൽ കയറി ചെന്ന് നിൻ്റെ മുഖത്തോട്ട് നിൻ്റെ മൂത്ത BA-കാരി മോള് വാതിൽ കൊട്ടിയടച്ച കാര്യം ഇന്നലെ പൊളിച്ച് തന്നെ ഞാനറിഞ്ഞു. പാപ്പി പറഞ്ഞു. ഞാൻ മാത്രമല്ല, ഇവിടെ മുഴുവൻ അറിഞ്ഞു. പാപ്പിയുടെ മൈക്ക് തുറന്നു വെച്ചതുപോലെയുള്ള വർത്തമാനം കേട്ട് അപ്പോഴേക്കും ചുറ്റുകൾ ആളുകൾ കൂടിയിരുന്നു. എടാ പാപ്പി വിളിച്ചു. എന്നിട്ട് കടുപ്പപ്പെട്ടൊരു പദം കൂടി മത്തായിയുടെ കാതിലേക്ക് ചെരിഞ്ഞു. മക്കളുടെ ചിലവിന് കൊടുത്താൽ മാത്രം പോരാ, മര്യാദയ്ക്ക് വളർത്താനും പഠിക്കണടാ. എൻ്റെ മോളായിരുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവളുടെ നടുവ് ഞാൻ ചവിട്ടി ഓടിച്ചേനെ. ശരിയാ, മത്തായി ചിരിയോടെ സമ്മതിച്ചു. അതുകൊണ്ട് തന്നെ ഇയാളുടെ മോള് അങ്ങനെ പറയത്തില്ല. എൻ്റെ മോള് പറയും. എന്താണെന്നറിയോ? അവൾക്ക് എന്നോട് സ്നേഹമുണ്ട്. എനിക്ക് അവളോട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയതെന്ന് കരുതിക്കോളൂ. മത്തായി നടക്കാനൊരുങ്ങി. പാപ്പി അയാളെ പിടിച്ചു നിർത്തി. എടാ മത്തായി, ഈ ലോകത്തിൽ ഏത് കള്ളുകൂടിയനാടാ കുടി നിർത്തിവെച്ച് പുണ്യാളനായിട്ടുള്ളത്? എനിക്ക് പറഞ്ഞു തന്നിട്ട് പോ. നീ ഇനി കുടി നിർത്തിയാലും കള്ളു മത്തായി എന്നുള്ള നിൻ്റെ പേര് പോകൂടാ. പറ, നീ ചത്തൊന്ന് ജനിച്ചു വന്നാലും നിൻ്റെ ഈ കിറിയെന്ന് പട്ടച്ചാരായത്തിൻ്റെ പുളിച്ച വാട മാറിക്കിട്ടൂടെ ഇരപ്പേ. അതിന് മറുപടി പറയാതെ തന്നെ മത്തായി സൂത്രത്തിൽ പാപ്പിയുടെ പിടിപിടിപ്പിച്ച് നടന്നു കഴിഞ്ഞു. മത്തായി കൺവട്ടത്തു നിന്നും മറിഞ്ഞിട്ടും പാപ്പി ആ പുലഭ്യം പറച്ചിൽ നിർത്തിയില്ല. ഒടുവിൽ കേൾവിക്കാരും പിരിഞ്ഞു. അന്നും മത്തായി ജോലി കഴിഞ്ഞ് പള്ളിമേടയിലേക്കാണ് പോയത്. പാപ്പി അന്ന് കുടി കഴിഞ്ഞ് വന്ന് മത്തായിയുടെ വീടിന് മുന്നിൽ നിന്നും നാവ് കൊഴിയോളം ചീത്ത വിളിച്ചു. കുഞ്ഞന്നയ്ക്ക് അതിൽ നല്ല പരിഭവം ഉണ്ടായിരുന്നു. അയൽപക്കത്തിരുന്ന് ഇത് വേണമായിരുന്നു. കുടിക്കാൻ കൂട്ടു ചെല്ലുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ അയാളെ ഉപദ്രവിക്കാനൊന്നും ചെന്നില്ലല്ലോ. മനുഷ്യനെ നന്നാവനാൻ സമ്മതിക്കില്ല എന്നാണോ? സാധാരണഗതിയിൽ ആരോടും വക്കാണത്തിന് പോകാത്ത കുഞ്ഞന്ന പിറ്റേന്ന് രാവിലെ ആവുന്നത്ര നല്ല ഭാഷയിൽ പാപ്പിയുടെ പെമ്പിളയായ ഏലിക്കുട്ടി എന്ന എരുമച്ചേർത്തിയോട് പരാതിപ്പെട്ടു. കുഞ്ഞന്നയുടെ മുഖമടച്ച് ഒറ്റ ആട്ടായിരുന്നു അതിനുള്ള മറുപടി. നിൻ്റെ അവൻ എന്നാടി കുഞ്ഞനെ ഇത്ര പരിശുദ്ധനായത്? ആ കള്ളു കഴിവേറി അല്ലടി എൻ്റെ കെട്ടിയനെയും കൂടി കൊണ്ടുപോയി കള്ളു കുടിച്ച് പഠിപ്പിച്ചത്. എന്നിട്ട് അവൻ യോഗ്യനായിട്ട് ഞെളിയുന്നോ? മത്തായി മാത്രമല്ല, വീട്ടിലിരുന്ന പെമ്പിള്ളേരെയും അവർ വിട്ടില്ല. എന്നെക്കൊണ്ടൊന്നും പറയിക്കണ്ട. നിൻ്റെ സുന്ദരി മകളുണ്ടല്ലോ, അവളുമാരുടെ ചാരിത്രങ്ങളൊക്കെ എനിക്കറിയാം. നിൻ്റെ മൂത്ത മോളെപ്പറ്റി കേൾക്കണോടെ. സംഗതി അത്രയും എത്തിയപ്പോഴേക്കും കുഞ്ഞന്ന ഒരക്ഷരം മിണ്ടാതെ തിരികെ പോന്നു കളഞ്ഞു. അമ്മച്ചി എല്ലാവരും വല്ലവരും പോത്തിൻ്റെ ചെവിയിൽ വേദോതാൻ പോവോ? സോഫിയ കുറ്റപ്പെടുത്തി. പോത്തല്ലല്ലോ, എരുമ. ഷൈനി തിരുത്തി. രാത്രിയിൽ വീട്ടിനുള്ളിൽ നിന്നും വന്നുനിന്ന പാപ്പി ചീത്ത വിളിച്ചതും അതിനെ ചൊല്ലി ഏലിക്കുട്ടിച്ചേർത്തിയുമായിട്ട് ഇടഞ്ഞതൊന്നും കുഞ്ഞന്നെ മത്തായി അറിയിച്ചതേയില്ല. വഴക്കിനെന്നും അവർക്ക് ഭയമായിരുന്നു. റോണിക്ക് മാത്രം പാപ്പിച്ചായനോട് 2 വാക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞന്നെ തടഞ്ഞു. ഒന്നും വേണ്ട, മിണ്ടാൻ കള്ളില്ലാത്തവരാണ്, മനസ്സിലായില്ലേ? ഇനി ആ മട്ടിലങ്ങ് പോയേച്ചാൽ മതി. അന്ന് ഉച്ച തിരിഞ്ഞ് സോഫിയുടെ ഫോട്ടോ എടുക്കാമെന്ന് സ്റ്റുഡിയോയിൽ നിന്നും പറഞ്ഞിരുന്നത്. അവൾ തനിച്ചാണ് സ്റ്റുഡിയോയിലേക്ക് പോയത്. സിബിയെ ഒന്ന് കാണണമെന്ന് മോഹമുണ്ടായിരുന്നു. കോളേജിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ എന്നും കാണാനാവുമായിരുന്നു. ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോകും വഴി അല്ലെങ്കിൽ ഞായറാഴ്ചകൾ പള്ളിയിൽ വെച്ചോ മാത്രമാണ് ആ ഭാഗ്യം സിദ്ധിക്കുക. സോഫിയ ഫോട്ടോയും വാങ്ങി ടാർ നിരത്ത് അവസാനിച്ച് ചെമ്മൺപാത ആരംഭിക്കുന്നിടത്തെത്തിയപ്പോൾ അതാ പിന്നിൽ നിന്നും ബൈക്കിൻ്റെ ശബ്ദം. ഒരു കോരിത്തെരപ്പിൽ അവൾ നിന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ സിബിയുടെ വണ്ടി അരികിലെത്തിയിരുന്നു. ഇന്നെന്നെ കാണുമെന്ന് വിചാരിച്ചോ? സോഫി തിരക്കി. പിന്നല്ലേ? സിബി പുഞ്ചിരിച്ചു. എങ്ങനെ അറിഞ്ഞു? മനസ്സുകൾ തമ്മിലുള്ള കണക്ഷൻ അത്രയ്ക്കുണ്ടെന്ന് വെച്ചോ? സോഫിയുടെ കണ്ണുകൾ വിടർന്നു. അവിടെ പ്രകാശം തിളങ്ങി. പിന്നെ എന്ത് തീരുമാനിച്ചു? ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് സിബി ചോദിച്ചു. കഴിഞ്ഞ രാവിലെ ഉറക്കവളച്ചിരുന്ന് എഴുതിയ കത്ത് സോഫി അവനെ ഏൽപ്പിച്ചു. എല്ലാം ഇതിലുണ്ട്. എന്നാലും ഒരു വാക്കിലൊന്ന് പറഞ്ഞ് കേൾക്കട്ടെ. അത് പറയില്ല. അവളെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് നിന്നു. എങ്കിൽ ഞാൻ പോയിക്കോട്ടെ? അവൾ തലയാട്ടി.
എങ്കിലും അവൻ്റെ വണ്ടി നീങ്ങിയതിന് ശേഷമേ സോഫിയ ചലിച്ചുള്ളൂ. വീട്ടിലെത്തും മുമ്പ് സിബി ആ കത്ത് ഒന്ന് ഓടിച്ചു നോക്കി. ആകാംക്ഷ അത്രയ്ക്കുണ്ടായിരുന്നു. വിശദമായി വായിച്ചത് രാത്രിയിൽ കിടക്കറിയിൽ വെച്ചാണ്. സംബോധനയില്ലാതാണ് തുടക്കം. ഒരുപാട് ആലോചിച്ചാണ് എഴുതുന്നത്. വെട്ടിയും തിരുത്തിയും ചീന്തിക്കളഞ്ഞും കത്തിച്ചു കളഞ്ഞും ഒടുവിലുണ്ടാക്കിയ ഫെയർ കോപ്പി. ഭംഗിയുള്ള ആ ചെറിയ കൈയക്ഷരം തുടരുകയാണ്. പക്ഷെ എഴുതി വന്നപ്പോഴാണ് മനസ്സിലായത് എത്ര കുറച്ചേ ഉള്ളൂ എന്ന്. വായനക്കിടയിൽ സിബിയുടെ ചുണ്ടിൽ ചിരിയൂറി. എന്നും എനിക്കുണ്ടായിരുന്നത് ഒരേ ഒരു തീരുമാനമാണ്, ജീവിക്കുന്നെങ്കിൽ നമ്മളൊന്നിച്ച്. എങ്കിൽ പിന്നെ അവിടുത്തെ മമ്മിയെ എന്തിനു സങ്കടപ്പെടുത്തണം? എത്രയും പെട്ടെന്ന് അപ്പച്ചനോട് പറഞ്ഞോളൂ, ഇതാ സമ്മതിച്ചിരിക്കുന്നു. സിബിയെ അക്ഷരങ്ങളെ തുരിതരം ഉമ്മ വെച്ചു. അവൻ ചെയ്യാറുള്ളതുപോലെ സോഫിയെ അവസാനം ഒരു അനുബന്ധം കുറിച്ചിരുന്നു. അപ്പച്ചൻ കലാപരിപാടി നിർത്തിയിരിക്കണം കേട്ടോ. അടുത്ത ദിവസം രാവിലെ സിബി ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പിയ പ്ലേറ്റുമായിട്ട് മമ്മിയുടെ കിടക്കക്കരികിലെത്തി. ആനിയമ്മ വിസ്മയം വിടുന്ന കണ്ണുകളാൽ മകനെ നോക്കി. എന്താ ഇതൊക്കെ എടുത്തുകൊണ്ട് ഇന്നിങ്ങോട്ട്? മമ്മി ഇന്നെൻ്റെ കയ്യിൽ നിന്ന് ഒരു തുണ്ട് ബ്രെഡ് തിന്നണം, നിർബന്ധമാണ്. ഒരു കഷ്ണം ചീന്തിയെടുത്ത് മമ്മിയുടെ വായിലേക്ക് നീട്ടിക്കൊണ്ട് അവൻ അറിയിച്ചു. എന്തോ വലിയ സന്തോഷമുണ്ടെന്ന് തോന്നുന്നു. മകൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയ ശേഷം ആനിയമ്മ ആരാഞ്ഞു. മമ്മിക്ക് സന്തോഷം ഉണ്ടാകുന്ന വിശേഷ പറ്റിക്കാനാ കേട്ടോ മമ്മി. ചേട്ടായിക്ക് എന്തോ കാര്യം സാധിച്ചെടുക്കാണ്ട്. അതിനാ. മുറിയുടെ വാതിക്കൽ നിന്നുകൊണ്ട് സിബിയുടെ അനിയത്തിയായ റോസ് മുന്നറിയിപ്പ് നൽകി. റോസാ, എൻ്റെ കുഞ്ഞാക്കത്ത് പോ. തിരിഞ്ഞു നിന്ന് സിബി ആജ്ഞാപിച്ചു. മുതിർന്നവർ വർത്തമാനം പറയുന്നിടത്ത് 14 കേൾക്കൊന്നും ഇപ്പോൾ കാര്യമില്ല, പോയിക്കോ. റോസ് മടിച്ചു നിന്നപ്പോൾ ആനിയമ്മയുടെ മുഖം കനപ്പിച്ചു. ചേട്ടായി എന്തെങ്കിലും പറഞ്ഞാൽ രണ്ടാമതൊരു വാക്കിന് കാത്തു നിൽക്കാതെ അനുസരിച്ചോളാമെന്നല്ലേ മോളെ മമ്മി പറഞ്ഞിരിക്കുന്നത്. നിന്നേക്കാൾ 8-9 വയസ്സിന് മൂത്തവനാ. നിനക്കും അവനേ ഉണ്ടാവത്തുള്ളൂ, ചേട്ടായുടെ സ്ഥാനത്തും മമ്മിയുടെ സ്ഥാനത്തൊക്കെ. അവസാന വാചകം സിബിയിൽ വല്ലാത്തൊരു വെല്ലായ്മയുണ്ടാക്കി. റോസിൻ്റെ കണ്ണുകളും ഞെട്ടലിന്നോളം ഒന്ന് ആളി. പെട്ടെന്ന് തന്നെ അവൾ വാതിക്കൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇനി പറ, എന്തുവാ നിൻ്റെ വിശേഷം? തലയണയിൽ ചാരിയിരുന്ന് ആനിയമ്മയുടെ ഐശ്വര്യം നിറഞ്ഞ മുഖത്ത് മുതുസ്മേരത്തിൻ്റെ പരിവേഷമുള്ള ഒരുതരം ഗൗരവം. ഞാനൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, സിബി മടിച്ച് അറിയിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ ആരായാലും വേണ്ടില്ല, വിളിച്ചോണ്ട് പോരെ. എനിക്ക് സമ്മതം, പക്ഷേ ഇനിയും താമസിക്കാൻ പറ്റൂല. എൻ്റെ കണ്ണടയും മുമ്പ് കൊള്ളാവുന്നൊരു പെങ്കൊച്ചിവിടെ വരണം. ഇല്ലെങ്കിൽ എൻ്റെ റോസ്മോളുടെ കാര്യമാണ് സങ്കടത്തിലാവുക. നിൻ്റെ പപ്പായ്ക്ക് കാശും പണമെന്നുള്ള വിചാരം മാത്രമേ ഉള്ളല്ലോ. ആനിയമ്മയുടെ മുഖം ഗൗരവത്തിൽ തന്നെയായിരുന്നു. റോസിനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് എനിക്ക് ഉറപ്പാണ്. പാവപ്പെട്ട കുടുംബമാണെന്നുള്ളൊരു കുറവേ ഉള്ളൂ, സിബി പറഞ്ഞു. പാവപ്പെട്ട കുടുംബമാണെന്നുള്ളത് ഒരു കുറവൊന്നുമല്ല മോനെ, മനസ്സ് നന്നായിരിക്കണം, അതാ മമ്മിക്ക് വേണ്ടത്. പക്ഷെ നിൻ്റെ പപ്പ സമ്മതിക്കണ കാര്യം കണ്ടറിയണം. വലിയ കൊമ്പത്താണല്ലോ എപ്പോഴും നോട്ടം. മമ്മി പപ്പയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. അങ്ങനെ ഒരു ഉറപ്പൊന്നും എനിക്കില്ല. ചിലപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് വരും. ഒരു വാടക വീട് എടുത്തിട്ട് നീ വന്ന് വിളിച്ചാൽ മമ്മിയും വരാം. അങ്ങനെ തന്നെ വേണം മോന് പറഞ്ഞു കൊടുക്കാൻ. ശബ്ദം കേട്ടാണ് സിബിയുടെയും റോസിൻ്റെയും പപ്പയെ തോമസ് പാലക്കൽ മുന്നിലെത്തിയത് ആനിയമ്മ അറിഞ്ഞത്. പൂച്ചയുടേതുപോലെ പതിഞ്ഞ കാൽവെപ്പുകളോടെയാണ് പാലക്കൻ മുതലാളി നടക്കൂ. അന്നം കണ്ടിട്ട് 10 നാള് ആയവരെ പോലെ പതുക്കെ കോടിയോളം സ്വത്തിനുടമയായ മുതലാളി സംസാരിക്കൂ. പക്ഷേ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കത്തില്ലെന്ന് മാത്രം. പപ്പയെ കണ്ടതും സിബി എഴുന്നേറ്റ് ഒതുങ്ങി നിന്നു. സിബി മോൻ്റെ കല്യാണക്കാര്യം പറയുമായിരുന്നു. ആനിയമ്മ ഭവ്യഭാവത്തിൽ ഭർത്താവിനെ നോക്കി. ആ ചാക്കാപ്പിയുടെ പെണ്ണിനെ പോയെന്ന് കാണാൻ ഞാൻ എത്ര നാളായി അവനോട് പറയണോ? തോമസ് മാലക്കൻ പറഞ്ഞു. അയാൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആലോചനയാണ്. മൂന്നാറിൽ ആ തേയിലത്തൊട്ട് ഇവൻ്റെ പേരിൽ എഴുതി കൊടുക്കാമെന്ന്. അവനതൊന്നും വേണ്ട. ആനിയമ്മ മുഖം വീർപ്പിച്ചു. പാവപ്പെട്ടൊരു പെങ്കൊച്ചിനെ അവൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇവനോ? പാലക്കൽ തോമസ് പുച്ഛത്തിൽ മകൻ്റെ നേർക്കൊരു നോട്ടയച്ചു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, എവനോട് ചെന്നാൽ ജീപ്പിൽ കയറിയിരിക്കാൻ പറ. ആ ഫാദർ ചാമക്കാലെ ഒന്ന് കൊണ്ടുപോയി കാണിക്കട്ടെ. പാവപ്പെട്ട പെങ്കൊച്ചിനോടൊരു ഭ്രമം തോന്നുക എന്ന് വെച്ചാൽ അതൊക്കെ സാത്താൻ്റെ ദുർബോധങ്ങളിൽ പെടുന്നൊരു കാര്യങ്ങളാണ്. സിബി അമ്പരപ്പിലും മമ്മിയെ നോക്കി. ആനിയമ്മ യാതൊന്നും മിണ്ടാതെ തലയണയിലേക്ക് തലചായ്ച്ച് വെച്ചിട്ട് കണ്ണുകൾ പൂട്ടിക്കിടന്നു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്, ഓൺ സ്ലീപ്പിംഗ് ബിൽസ് ഓഡിയോ ടൈം.